ഉദ്ഘാടന മാമാങ്കങ്ങളില്ലാതെ ചെറുതോണി KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ പ്രവർത്തനം തുടങ്ങി. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആദ്യ സർവീസ് അടിമാലിക്ക്. ഉദ്ഘാടന ചടങ്ങുകളോ ഫ്ളാഗ് ഓഫ് പരിപാടികളോ ഇല്ലാതെ ചെറുതോണിയിലെ പുതിയ KSRTC ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ബസ് സ്റ്റാൻഡിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്ന് വൈകിട്ട് 4 മണിക്ക് അടിമാലിയിലേക്കുള്ള ആദ്യ സർവീസ് യാത്ര തിരിച്ചതോടെയാണ് പ്രവർത്തനത്തിന് ഔദ്യോഗിക തുടക്കമായത്. മുൻ ഭരണസമിതിയുടെ കാലത്താണ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും വിവിധ കാരണങ്ങളാൽ പദ്ധതി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിന്റെ പേരിൽ മന്ത്രി റോഷി അഗസ്റ്റിന് വലിയ വിമർശനങ്ങളും നേരിടേണ്ടി വന്നു. പിന്നീട് ജില്ലാ പഞ്ചായത്തിൽ UDF ഭരണസമിതി അധികാരത്തിലെത്തുകയും തെരഞ്ഞെടുപ്പ് അടുത്തെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാത്തതിനാൽ ബസ് ഓപ്പറേഷൻ ആരംഭിക്കുവാൻ ഷോപ്പിംഗ് കോംപ്ലക്സ് ബസ് സ്റ്റാൻഡിൽ കെട്ടിടം കൈമാറാത്തതിനാൽ കഴിയാത്ത അവസ്ഥയുണ്ടായി. തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് താൽക്കാലികമായി ടിൻഷീറ്റും ആസ്പെറ്റോസ് മേൽക്കൂരയും ഉപയോഗിച്ച ഓപ്പറേറ്റിംഗ് സെന്റർ നിർമ്മിച്ചതിലും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലും ഇത് വ്യാപക ചർച്ചയ്ക്ക് വിധേയമായി. ഇതിനിടെ ബസ് സ്റ്റാൻഡ് പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിൽ ഒന്നിലധികം ഉദ്ഘാടനങ്ങൾ നടന്നതിനാൽ ഇത്തവണ ആദ്യ സർവീസ് പുറപ്പെട്ടപ്പോൾ ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ജനപ്രതിനിധികളോ മറ്റു വിശിഷ്ട വ്യക്തികളോ എത്തിയിരുന്നില്ല. ഇതിനിടെ MLA റോയ് കെ പോലോസ് അടുത്തിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉദ്ഘാടന മാമാങ്കങ്ങളിൽ തനിക്ക് താല്പര്യമില്ല, ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ് പ്രധാനം, അതിനായിരിക്കും തന്റെ ശ്രമം എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്ന് ആദ്യ സർവീസ് ആരംഭിച്ചത്. ഇന്നു മുതൽ ഇവിടെ നമ്മുടെ ഡിപ്പോയുടെ പ്രവർത്തനം, ചെറുതോണി ഡിപ്പോയുടെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുകയാണ്. MLA വന്നായിരുന്നു, പിന്നെ എല്ലാ രാഷ്ട്രീയ പ്രതിനിധികൾ വന്നു. ഇനി അടുത്ത ദിവസം മുതൽ ഇവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിലവിൽ 29 ജീവനക്കാരാണ് ഓപ്പറേറ്റിംഗ് സെന്ററിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സെന്ററിന് മുന്നിൽ യാത്രക്കാർക്ക് മഴയും വെയിലും ഏൽക്കാതെ നിൽക്കാൻ യാത്രികർക്ക് വിശ്രമിക്കുവാനുള്ള മേൽക്കൂരയോടുകൂടിയ കാത്തിരിപ്പ് ഷെൽട്ടർ നിർമ്മിക്കുകയും ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സ്പോൺസർമാരുടെ സഹായത്തോടെ ഒരുക്കുകയും ചെയ്താൽ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായി സേവനം ലഭ്യമാക്കാനാകുമെന്ന് ജീവനക്കാർ അഭിപ്രായപ്പെട്ടു. സിറ്റി വിഷൻ, ഇടുക്കി.